വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അതോടൊപ്പം ഇന്ന് ഒരു പുതിയ നല്ല ദിവസത്തെ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഏറ്റവും നല്ല ചിന്തകളോടും നല്ല വിചാരങ്ങളോടും സന്തോഷത്തോടു കൂടിയുള്ള ഒരു ദിവസം ദൈവം നിങ്ങൾക്ക് ദാനമായി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് വചനത്തിൽ നിന്നും ഏതാനും ചില വാക്യങ്ങൾ എടുത്തുകൊണ്ട് ചിന്തിക്കാവുന്നതാണ്. അതായത് സങ്കീർത്തനം 24-ന്റെ 4-5 വാക്യങ്ങൾ. ദാവീദ് ഇങ്ങനെ പറയുന്നു: വെടിപ്പുള്ള കൈയും നിർമ്മലമുള്ള ഹൃദയവുമുള്ളവർ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവർ, അവൻ യഹോവയുടെ അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കുമെന്ന്. ഒരിക്കൽ കൂടെ വായിക്കാം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ, അവൻ യഹോവയുടെ അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ക്രിസ്ത്യാനിറ്റി ലൈസ് വിത്തിൻ ദ ഹാർട്ട്, ഇൻ ദ പ്യൂരിറ്റി ഓഫ് ദ ഹാർട്ട് ദാറ്റ് ഈസ് വാഷ്ഡ് ഫ്രം ഈവിൾ. ഹൃദയത്തെ സ്ക്രിപ്റ്റേഴ്സിൽ ആലങ്കാരികമായി ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളുടെ ഇരിപ്പിടമായി ഫീലിങ്സ്, അഫക്ഷൻസ്, പാഷൻ, ഇതൊക്കെയും ഹൃദയത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണല്ലോ. അതുപോലെ തന്നെ നോക്കിയാൽ ഒരു പ്യുവർ ഹാർട്ടെന്ന് റെഫർ ചെയ്യപ്പെടുന്നവരുടെ ജീവിതം ഉള്ളിൽ നിന്നും മോട്ടീവായിട്ടുള്ളതും ദൈവിക കൽപ്പനകൾക്ക് ആഗ്രഹമുള്ളവരും അനുസരണമുള്ളവരും ആയിരിക്കും. അതായത് ഒരു വിശ്വാസിയുടെ ഹൃദയം ദൈവപുത്രനിലുള്ള രക്ഷയും യേശു ഹൃദയത്തിൽ വസിക്കുമാറാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്യുവർ ഹാർട്ടെന്ന് നമ്മൾ പറയുമ്പോൾ നിർമ്മലമായ ഒരു ഹൃദയം. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 4-14 നമ്മളിങ്ങനെ വായിക്കുന്നു: നീ രക്ഷിക്കപ്പെടേണ്ടതിന് നിൻ്റെ ഹൃദയത്തിൻ്റെ ദുഷ്ടതകളെ നീക്കിക്കളക, കഴുകിക്കളക. നിൻ്റെ ദുഷ്ടവിചാരങ്ങൾ എത്രത്തോളം നിൻ്റെ ഉള്ളിലിരിക്കുമെന്ന് പ്രവാചകൻ ചോദിക്കുകയാണ്. ഗലാത്യർ 4:6 പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചുവെന്ന്. അപ്പോൾ ദൈവം മാത്രമാണ് ഹൃദയങ്ങളെ കൃത്യമായി ശോധന കഴിക്കുന്നവൻ. അവൻ്റെ കണ്ണിനൊന്നും മറവായിരിക്കുന്നില്ല എന്ന് നമുക്കറിയാം. നമ്മുടെ രഹസ്യവും പരസ്യവുമായ എല്ലാ പ്രവൃത്തികളും ചിന്തകളും ഹൃദയവിചാരങ്ങളും അവൻ്റെ സന്നിധിയിൽ തുറന്നും നഗ്നവുമായി കിടക്കുന്നു. ഈ തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ഈ വചനം കോട്ട് ചെയ്യുകയും അതിൽ നിന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളിത് പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. കാരണം നമ്മുടെ ഹൃദയവിചാരങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ ഇതെല്ലാം ദൈവം കാണുന്നു എന്നുള്ള ആ ഒരു കോൺഷ്യസ് നമുക്കുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കുന്നുള്ളതാണ്. എന്നാൽ നമ്മൾ ചെയ്തതിന് ശേഷം അതിനെക്കുറിച്ച് പശ്ചാത്താപിച്ച് നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ ഏറ്റുപറഞ്ഞ് പാപത്തെ ഉപേക്ഷിച്ച് നമ്മളെ ഹൃദയശുദ്ധിയുള്ളവരാക്കി മാറുക ആണ് ചെയ്യാറുള്ളത്. കർത്താവ് പറയുന്നത് നിങ്ങളെ തന്നെ ഹൃദയവിചാരങ്ങളെയും എല്ലാം ദൈവത്തിന് മുമ്പിൽ ഒന്നും മറവായിരിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഹൃദയശുദ്ധിയുള്ളവരായിട്ട് ജീവിക്കുവാനായിട്ട്. അതുപോലെ തന്നെ ജെറമ്യാവിൻ്റെ 17-10 പറയുന്നത്: യഹോവയായ ഞാൻ ഹൃദയങ്ങളെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവൻ്റെ നടപ്പിന് പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നുവെന്നാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു സൃഷ്ടിയും മറിഞ്ഞിരിക്കുന്നില്ലെന്നുള്ളതാണല്ലോ അത് വീണ്ടും എടുത്തു പറയുന്നത്. അതുപോലെ തന്നെ എബ്രായ ലേഖനത്തിൽ 4-13 പറയുന്നുണ്ടല്ലോ: അവൻ്റെ ദൃഷ്ടിയുടെ മുൻപിൽ നഗ്നവും മലർന്നവുമായി കിടക്കുന്ന നാം അവന് കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന്. നമ്മളുടെ ഓരോ പ്രവൃത്തികൾക്കും, ഓരോ വാക്കുകൾക്കും, ഓരോ ചിന്തകൾക്കും നമ്മൾ ദൈവത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറയുന്നത് ഒരു പ്യുവർ ഹാർട്ടുള്ളവനുണ്ടാകുന്ന ബെനിഫിറ്റിനെ കുറിച്ചാണ്. അവൻ ദൈവത്തെ കാണുമെന്ന് പറയുന്നു. ദൈവികമായ ഇടപെടലിൻ്റെ കരം അവൻ്റെ സാഹചര്യങ്ങളുടെ മേൽ, അവൻ്റെ മക്കളുടെ കാര്യങ്ങളുടെ മേൽ, അതേപോലെ തന്നെ അവൻ്റെ ഹെവൻലി സൈറ്റ്
ഉള്ള ഒരു വ്യക്തിയായിരിക്കും. ഭൂമിയിലെ കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കാതെ നമുക്ക് ചുറ്റിലുള്ളവരിലും പ്രവർത്തനങ്ങളും ദൈവത്തെ കാണുവാൻ നമുക്ക് ശീലിക്കേണ്ടത് ആവശ്യമാണ്. അതിന് വലിയൊരു ഉദാഹരണമാണല്ലോ മദർ തെരേസ. ദൈവത്തെ, യേശുവിനെ അവർ കുഷ്ഠരോഗികളെയും റോഡിൽ കിടന്നവരെയും അനാഥരെയൊക്കെയും അവർ ശുശ്രൂഷിക്കുമ്പോൾ അവർ യേശുവിനെയാണ് അവിടെ കണ്ടിരുന്നത്. അപ്പോൾ യേശുവിനെ അവർ നേരിട്ട് കാണുകയായിരുന്നു, ആ രോഗിയിൽ കൂടിയോ അല്ലെങ്കിൽ ആരുമില്ലാത്ത മനുഷ്യരിൽ കൂടി. അപ്പോൾ നമ്മൾക്ക് ചുറ്റുമുള്ള അവരുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങളിലും നമ്മൾ ദൈവത്തെ കാണുവാനായിട്ട് ശീലിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ദാവീദിൻ്റെ മറ്റൊരു ധ്യാനമാണ് 32-ാം സങ്കീർത്തനം. അതിന് 1 മുതൽ 3 വരെയുള്ള ഭാഗത്തും ഇങ്ങനെ പറയുന്നു, ഒരു ഭാഗ്യ അവസ്ഥയെക്കുറിച്ച് പറയുന്നു. അതായത് ദൈവവചനം നമ്മോട് പറയുന്നത് ഹൃദയശുദ്ധിയും ആത്മാവിൽ കപടവും ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് ഭാഗ്യാവസ്ഥ എന്നാണ്. എന്നാൽ നമ്മുടെ ദൃഷ്ടിയിൽ ലോകപ്രകാരം സമ്പത്തും വലിയ വാഹനങ്ങളും വിലപിടിപ്പുള്ള നിക്ഷേപങ്ങളും വലിയ ഭവനങ്ങളുമൊക്കെ ഉള്ളവരാണ് ഭാഗ്യവാന്മാരെന്ന് നാം കരുതുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അങ്ങനെയല്ല. ദാവീദ് രാജാവിൻ്റെ ആ ധ്യാനത്തിൽ ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ എന്ന് പറയുന്നു. അപ്പോൾ ഏറ്റവും വലിയൊരു ഭാഗ്യാവസ്ഥ അനുഭവിച്ച വ്യക്തിയാണല്ലോ ദാവീദ് രാജാവ്. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. തൻ്റെ ജഡത്തിൻ്റെയും മനസ്സിൻ്റെയും ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിച്ച് പാപം ചെയ്ത് ഒറ്റ പാപത്തിൽ കൂടി പല ദൈവിക കൽപ്പനകളെയും ലംഘിച്ച ഒരു വ്യക്തിത്വമാണ് ദാവീദ് രാജാവ്. എന്നാൽ തൻ്റെ പാപം ഏറ്റുപറയാതെ ഹൃദയത്തിൽ കൊണ്ടു നടന്നപ്പോൾ അനുഭവിച്ച വേദന, ദൈവത്തിൻ്റെ കൈ അവൻ്റെ മേൽ ഭാരമായി മാറിയ ആ അവസ്ഥയെ ദാവീദ് തിരിച്ചറിയുന്നു. ദാവീദ് ഊരിയാവിൻ്റെ ഭാര്യയെ മോഹിച്ചു അവളെ കൈക്കലാക്കുവാൻ വേണ്ടി അവളുടെ ഭർത്താവിനെ ചതിയിൽ കൂടി കൊല ചെയ്തു. നിർദോഷ രക്തം ചൊരിഞ്ഞ അന്യൻ്റെ ഭാര്യയോ വസ്തുവയോ ഒന്നും മോഹിക്കരുതെന്നുള്ള ആ കൽപ്പന ലംഘനം, കൊല ചെയ്യരുത് എന്ന കൽപ്പന ലംഘനം, വഞ്ചിക്കരുത് തുടങ്ങി എല്ലാ കൽപ്പനകളെയും ലംഘിച്ച് ഒരൊറ്റ പാപം കൊണ്ട് എല്ലാ പാപങ്ങൾക്കും അതീതനായി തീരുകയാണ് ചെയ്തത്. എന്നാൽ ദാവീദ് പിന്നീട് ദൈവസന്നിധിയിൽ തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവന് പാപക്ഷമയ്ക്കായി അപേക്ഷിക്കുന്നു. 51-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ദാവീദിൻ്റെ അനുതാപത്തിൻ്റെ സങ്കീർത്തനമാണ്. ആ അവസ്ഥയിൽ അനുഭവിക്കുന്ന ഭാഗ്യാവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. യഹോവാകൃത്യം കണക്കിടാതെ ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ തൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം എനിക്ക് ക്ഷമിച്ചു തന്നു എന്ന് പറയുന്നു. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് എത്രമാത്രം ശുദ്ധിയുണ്ടെന്നും നാം പാപത്തിന് അടിമയായിട്ടാണോ ജീവിക്കുന്നത്, അത് ദൈവിക കൽപ്പനകൾക്ക് അടിമയായിട്ടാണോ നമ്മളുടെ ജീവിതത്തെ അനുദിനം കൊണ്ടുപോകുന്നെന്നുള്ളത് നാം അത് വിലയിരുത്തി നമ്മളെ തന്നെ ശുദ്ധീകരിച്ച്, പാപങ്ങൾ ചെയ്തിട്ടുള്ളവർ പാപമില്ലാത്തവൻ ആരുമില്ലെന്ന് ദൈവവചനത്തിൽ പറയുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ക്ഷമ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അവസാനമായി നോക്കിയാൽ ദൈവം നമ്മിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് കൂടി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. മീഖാ പ്രവാചകൻ്റെ പുസ്തകം 6:8 പറയുന്ന ബാഹ്യമായ ആചാരങ്ങളെക്കാൾ ദൈവം ആഗ്രഹിക്കുന്നത് നീതി, ദയ, വിനയം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണെന്ന് അവിടെ നമ്മളെ പഠിപ്പിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയയിൽ തൽപരനായിരിക്കാനും ദൈവത്തോട് വിനയത്തോടെ നടപ്പാനുമല്ലാതെ യഹോവ മറ്റൊന്നും ചോദിക്കുന്നില്ലെന്ന് അവിടെ പറയുകയാണ്. നീതി ന്യായവും ജീവിതത്തിൽ നടപ്പിലാക്കുവാനും മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ സത്യസന്ധതയും കൃത്യതയും പുലർത്തുവാനും നമ്മൾക്ക് സാധിക്കണം. അതിന് ദൈവം നമുക്ക് ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനീതിക്കെതിരെ നിലകൊള്ളുന്നവർ, വിശക്കുന്നവരെ പോറ്റുന്നവർ, ദരിദ്രരെ സഹായിക്കുന്നവർ, കരുണയുള്ളവരായിരിക്കുന്നവർ, അവസാനമായി നമ്മൾ ഹമ്പിളായിട്ട് നടക്കുന്നത്, അതായത് വിനയത്തോടു കൂടി നടക്കുവാനായിട്ടും ദൈവം ആഗ്രഹിക്കുന്നു. സ്വന്തം കഴിവിലല്ല ദൈവത്തിലാണ് ആശ്രയിക്കുന്നത് എന്ന് നാം അംഗീകരിച്ചുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ വിനയത്തോടെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കും. അതിനായി നമ്മൾ പ്രയത്നിക്കണം.
നമ്മൾ അതിനായി ശ്രമിക്കാതെ അത് തന്നെ വരികയില്ലെന്നുള്ളതാണ്. നമ്മളുടെ ജീവിത ശൈലിയാക്കി മാറ്റേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ നോക്കുമ്പോൾ നമ്മുടെ കഴിവിലല്ല, ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടത് എന്ന് അംഗീകരിച്ച് വിനയത്തോടെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കണം. ഹൃദയശുദ്ധിയോടുകൂടി ജീവിക്കാൻ പരിശുദ്ധനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അനേക സാഹചര്യങ്ങളിൽ നമ്മൾ ദൈവത്തെ മറന്ന് ജീവിച്ചിട്ടുണ്ടാവാം. ദൈവസന്നിധിയിൽ നിന്നും നമ്മൾ പുറകോട്ട് പോയിട്ടുണ്ടാവാം. എന്നാൽ അതിൽ നിന്നൊക്കെയും തിരികെ വന്ന് നമ്മളുടെ ലംഘനങ്ങളെ നമ്മൾ ഏറ്റുപറഞ്ഞ് നമ്മളുടെ കുറവുകളെ നമ്മൾ സമ്മതിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പാവങ്ങളെ കഴുകൽ പ്രാപിച്ച് പുതിയൊരു ജീവിതം നയിക്കുവാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. ബൈ ടു ഓൾ. ബൈ.